മലപ്പുറം പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ചയിൽ 8 പേർ കൂടി കസ്റ്റഡിയിലായിരിക്കുന്നു. കവർന്ന 3.5 കിലോ സ്വർണ്ണത്തിൽ പകുതിയോളം സ്വർണം കണ്ടെടുത്തതായാണ് സൂചന. പിടിയിലായവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ പേരുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. കേസിൽ 2 പേർ റിമാൻഡിലാണ്. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഒരു വലിയ സംഘം ഇതിന് പിന്നിലുണ്ട് എന്നാണ് തെളിവാകുന്നത് അല്ലേ അനുമോദ്? എന്തൊക്കെയാണ് പോലീസ് പറയുന്നത്? ഗുഡ് മോർണിംഗ് അശ്വതി. 3 ദിവസം മുൻപാണ് പെരിന്തൽമണ്ണയിൽ രാത്രി സഹോദരങ്ങളെ സ്കൂട്ടറിൽ പോകുന്ന സഹോദരങ്ങളെ ഇടിച്ചിട്ട് സ്വർണം കവർന്ന് രക്ഷപ്പെട്ടത്. ഇതിൽ 4 പേരെ അതിന് പിറ്റേ ദിവസം തന്നെ തൃശ്ശൂരിൽ നിന്നും പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു സംഘത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവരെ പോലീസ് വലയിലാക്കിയത്. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ പകുതിയോളം പോലീസിന് വീണ്ടെടുക്കാനായി എന്നുള്ളതാണ് അറിയാനാവുന്നത്. ഇത് സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘമാണ് ഈ സ്വർണ്ണക്കടത്തിന് പിന്നിൽ എന്നുള്ളതാണ്. ഇപ്പോൾ പിടിയിലായ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ 2 പേരും കണ്ണൂർ സ്വദേശികളാണ്. അവർക്കൊപ്പം കണ്ണൂർ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ കേസിൽ ഇനി പിടിയിലായിട്ടുള്ളത്. 2 പേരെ കൂടി പിടികൂടാനുണ്ട്. ഇവർ പെരിന്തൽമണ്ണ മുൻപ് ഈ ഒരു സ്വർണം കൊണ്ടുപോകുന്നത്, ജ്വല്ലറി ഉടമകൾ കടയടച്ച് സ്വർണം കൊണ്ടുപോകുന്നത് ഈ സംഘത്തിലെ ചിലർ കണ്ടിരുന്നു. അത് മാസങ്ങൾക്ക് ശേഷവും സമാനമായ രീതിയിൽ തന്നെയാണ് ഇവർ സ്വർണം കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ ആക്രമിച്ച് സ്വർണം തട്ടിയെടുക്കാനുള്ള ഒരു പദ്ധതി ഇവർ ആസൂത്രണം ചെയ്ത് അത് നടപ്പാക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഇന്ന് രാവിലെ 11 മണിക്ക് വെളിപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രതികളെ നമുക്ക് മാധ്യമങ്ങൾക്ക് കാണുവാനും 11 മണിയോടെ സാധിക്കും. മലപ്പുറം SP പെരിന്തൽമണ്ണ വെച്ച് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്വർണം തട്ടിയതിൻ്റെ വിശദാംശങ്ങളും പിടികൂടിയതിൻ്റെ കൂടുതൽ വിവരങ്ങളും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രതികളെ സഞ്ചരിച്ച വാഹനം തൃശ്ശൂരിൽ നിന്ന് തടഞ്ഞ് അവരെ പിടികൂടിയതാണ്. വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ 4 പേർ ആദ്യം പിടിയിലാവുന്നത്. ഇവരിൽ നിന്ന് ലഭിച്ച വിശദാംശങ്ങളാണ് പിന്നീട് പ്രതികളിലേക്ക് എത്തിയത്. നേരത്തെ സ്വർണം കൊണ്ടുപോകുന്ന വഴി തന്നെ ഈ സംഘങ്ങൾ പല വഴിക്ക് വേർതിരിഞ്ഞ് പോയിരുന്നു. സ്വർണം പലരുടെ കൈവശമായിരുന്നു. അപ്പോൾ ഇവരെ പല ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് പിടികൂടിയിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. പോലീസ് CCTVകളുടെയും മൊബൈൽ ടവർ ലൊക്കേഷനുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രതികളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് എത്ര കിലോ സ്വർണം വീണ്ടെടുക്കാനായിട്ടുണ്ട്, ഇനി എത്ര പേര് പിടികൂടാനുണ്ടെന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വ്യക്തമാകും. എന്നാലും പെരിന്തൽമണ്ണയിലെ ആ സ്വർണ്ണ കവർച്ച കേസ് പോലീസ് ദിവസങ്ങൾക്കുള്ളിൽ 3 ദിവസങ്ങൾക്കുള്ളിൽ തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ള കാര്യം. അശ്വതി. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.